നമസ്കാരം. ബുർഖ, ഹിജാബ് തുടങ്ങിയ ഇസ്ലാമിക വസ്ത്രങ്ങളെല്ലാം സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രങ്ങളാണ് എന്നുള്ള തരത്തിൽ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പ്രചരിപ്പിക്കുന്ന അവരുടെ മതഗ്രന്ഥങ്ങളിലുണ്ടെന്ന് പറയപ്പെടുന്ന വസ്ത്രങ്ങളെല്ലാം കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ വിവാദങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ്, അല്ലെങ്കിൽ വസ്ത്രങ്ങളാണ്. വിവാദങ്ങളെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. കാരണം കേരളത്തിലും കർണാടകത്തിലും മാത്രമല്ല ഈ ഹിജാബിനെയും മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളെയും സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്നത്. ലോകമൊട്ടാകെ ഈ വിവാദം നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പലപ്പോഴും പല രാജ്യങ്ങളിലേക്കും കുടിയേറി പാർക്കുന്ന മുസ്ലിങ്ങളാണ്. അവരവിടെ ചെന്ന് ആ രാജ്യത്തെ ഒരു പരമ്പരാഗത വസ്ത്രരീതികളെല്ലാം മറികടക്കുന്ന രീതിയിൽ ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പൊതുസമൂഹത്തിൽ ഇടപഴകാറുണ്ട്. അതൊക്കെ പരമ്പരാഗതമായി തന്നെ ആ രാജ്യത്തോ അല്ലെങ്കിൽ ആ പ്രദേശത്തോ താമസിക്കുന്ന ഇൻഡിജനസ് പീപ്പിൾ എന്ന് പറയുമല്ലോ, അതായത് അവിടെ പരമ്പരാഗതമായി തന്നെ താമസിക്കുന്ന അവിടുത്തെ ഒരു അടിസ്ഥാന സമൂഹത്തിന് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുമുണ്ട്. അപ്പോഴൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെടുന്ന ഒരു ന്യായം വസ്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചു തരണമെന്നുള്ളതാണ്. അടിസ്ഥാനപരമായ ഒരു കാര്യം ചിന്തിക്കുക. പൂർണ്ണമായും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഈ വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ല. സ്ത്രീകൾ ഈ വസ്ത്രങ്ങൾ തന്നെ ധരിക്കണമെന്നുള്ള ഒരു നിശ്ചയവും നിയമവും കർശനമായി തന്നെ നടപ്പാക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ പോലും കുറച്ചു കാലം മുൻപ് വരെ, കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയുടെ ഭരണക്രമം ഏറ്റെടുക്കുന്നത് വരെ, ഭരണാധികാരി ആയിട്ടില്ല അദ്ദേഹം, ഇപ്പോഴും യുവരാജാവാണ്, കിരീട അവകാശിയായ യുവരാജാവാണ്. ഭരണക്രമം ഏറ്റെടുക്കുന്നത് വരെ തന്നെ ഇത്തരത്തിലുള്ള മുഖം പൂർണ്ണമായും മറയ്ക്കണം, തലമുടിയുടെ ഒരു ഇഴ പോലും പുറത്ത് കാണരുത് തുടങ്ങിയ വലിയ നിഷ്കർഷകൾ, വലിയ ചങ്ങലക്കെട്ടുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള നിയമങ്ങൾ സ്ത്രീകളെ പ്രതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പലപ്പോഴും ഈ ഇസ്ലാമിക പണ്ഡിതർ പ്രതിരോധിക്കുന്നത് സ്ത്രീകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കുന്ന വസ്ത്രങ്ങളാണ്, അതിനവർക്ക് അനുവാദം നൽകണമെന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ സ്ത്രീകളെന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിൽ എത്രത്തോളം സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നുള്ളത് ചർച്ചാ വിഷയമാക്കണം. അവരുടെ സ്വന്തം തീരുമാനമാണോ ഈ വസ്ത്രം ധരിക്കാനുള്ളത് എന്നത് ചർച്ച ചെയ്യുന്നതിന് മുൻപ്. കാരണം കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും ഈ ആധുനിക കാലത്തും നമ്മൾ കാണുന്നതാണ്, ഈ അബ്ദുള്ള ബാസിൽ പോലുള്ള പ്രചാരകരുണ്ട്. അവർ നടത്തുന്ന ക്ലാസ്സുകളിലും ഇവരെല്ലാം ദൗർഭാഗ്യവശാൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പല കോച്ചിങ് സെൻറ്ററുകളും നടത്തുന്ന വ്യക്തികളാണ്. അവർ നടത്തുന്ന ക്ലാസ്സുകളിലെല്ലാം വലിയ കറുത്ത മറകെട്ടി പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേർതിരിച്ചിരുത്തി പരസ്പരം കാണാൻ സാധിക്കാത്ത രീതിയിൽ ക്ലാസ്സുകൾ നടത്തുന്നതാണ്. അതിന് നിയമപരമായി അനുവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അനുവാദമുണ്ട്. ഞാൻ നടത്തുന്ന ഒരു ക്ലാസ്സിൻ്റെ നടുക്ക് കൂടി ഒരു കറുത്ത തുണി ഞാൻ മറച്ച് കെട്ടുകയാണെങ്കിൽ അതിനെ ഒരു വിവേചനമായി തെളിയിക്കുക, ഒരു നിയമത്തിൻ്റെ മുൻപിൽ തെളിയിക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. തന്നെയുമല്ല അവിടെ സന്നിഹിതരായിരിക്കുന്ന ആരും പരാതി പറയുവാനും സാധ്യതയില്ല. ആണുങ്ങൾ ഒരു തരത്തിലും പരാതി പറയില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു മറയും ഈ കറുത്ത വസ്ത്രത്തിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്ത്രീത്വവും അവരുടെ ആ സ്ത്രീയുടെ ഒരു തത്വമുണ്ടല്ലോ, അതെല്ലാം പുരുഷാധിപത്യത്തിൻ്റെ ഒരു വഴിയാണ്, അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിനുള്ളൊരു മാർഗമാണ്. അത് സ്ത്രീകൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. ഈ വസ്ത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരെ അണിയുന്നതാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ്. അതോ ഈ ഇസ്ലാമിക വിമർശകർ പലപ്പോഴും പറയുന്നത് പോലെ ചെറുപ്പം മുതൽ തന്നെ കൂട്ടിൽ കയറുവാനും പുറത്തിറങ്ങുവാനും കൃത്യസമയങ്ങൾ ശീലിപ്പിക്കപ്പെട്ട ഒരു വളർത്തുമൃഗത്തിൻ്റെ അനുസരണയാണോ ഇവർ കാണിക്കുന്നത്? ഇത് ഞാൻ പറയുന്നതല്ല, ഇസ്ലാമിക വിമർശകർ പറയുന്നതാണ്. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞത്, ഇപ്പോൾ പോർച്ചുഗലിൽ മുഖം പൂർണ്ണമായും മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ നിരോധനം ലംഘിച്ചാൽ വലിയ തുക പിഴയും, കുടിയേറ്റക്കാരാണെങ്കിൽ രണ്ടാമത്തെ തവണ ആ നിയമം ലംഘിച്ചാൽ നാട് കടത്തുകയും ചെയ്യും എന്നുള്ള ഒരു നിയമം പോർച്ചുഗലിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത അവർ പറയുന്നത് സുരക്ഷാ കാരണങ്ങളാലല്ല, പ്രാഥമികമായി സുരക്ഷാ കാരണങ്ങളാലല്ല ഈ നിയമം നടപ്പാക്കുന്നത്. മനുഷ്യ സത്വം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ നിയമം ഞങ്ങൾ നടപ്പാക്കുന്നത് എന്നാണ് പോർച്ചുഗൽ ഭരണകൂടം പറയുന്നത്. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ അനധികൃത കുടിയേറ്റക്കാർ ഉൾപ്പെടുന്ന കുടിയേറ്റ സമൂഹത്തിൻ്റെ ഇടയിൽ ബുർഖ പോലുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് അനുവദനീയമായ കാര്യമാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്, ശരിയാ നിയമമാണ് ഇവിടെ നടപ്പാക്കേണ്ടത് തുടങ്ങിയ പല ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. വലിയ അക്രമ സംഭവങ്ങളിലേക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ സ്പെയിൻ പോലുള്ള രാജ്യങ്ങളും താമസിയാതെ സ്വീകരിച്ചേക്കുമെന്നാണ്
നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. ഈ ബുർഖയുടെയും ഈ മുഖം മറയ്ക്കുന്ന വസ്ത്രത്തിൻ്റെയും കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തെ പോലെ ഈ വിഷയം ഇത്രയും വിവാദമായ മറ്റൊരു സംസ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. തൊട്ടടുത്ത സ്ഥാനത്ത് തന്നെ കർണാടകയും നിൽക്കുന്നു. ബുർഖ ധരിക്കാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ട് 10ലും 12ലുമൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിർത്തിയ മതഭ്രാന്തന്മാരായിട്ടുള്ള പിതാക്കന്മാരുള്ള നാടാണ് കേരളം. ഒരു സംശയവും വേണ്ട. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള വസ്ത്രം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മതഭ്രാന്തന്മാരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പിതാക്കന്മാർ കലാപം കൊടിയുയർത്തിയതും അതിന് പിന്തുണയുമായി ജനപ്രതിനിധികൾ വരെ എത്തിയതും എല്ലാം നാം കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. കർണാടകയിലാണെങ്കിൽ ഹിജാബ് വിവാദം കോടതിയിലും സർക്കാരിൻ്റെ മുൻപിലുമായി തീരുമാനങ്ങൾ മാറിമറിഞ്ഞും ഇങ്ങനെ ആകെ പ്രശ്നകലുഷിതമായി തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്ത്രധാരണ രീതി ഒരു വിവാദപരമായിട്ടുള്ളൊരു വസ്ത്രധാരണ രീതി തന്നെയാണ്. ഇതിനെ എതിർക്കുവാനായിട്ട് പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതർ മുന്നോട്ട് വയ്ക്കുന്നൊരു ന്യായം, എന്നാൽ നീയൊക്കെ ബിക്കിനി ധരിച്ച് നടക്കൂ, നിൻ്റെ അമ്മയും പെങ്ങളെയും ഒക്കെ ബിക്കിനി ഇടിച്ച് നടത്തൂ. അവിടെയാണ് വസ്ത്ര സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അമ്മയ്ക്കും പെങ്ങൾക്കും ബിക്കിനി ഇടണമെങ്കിൽ അവരിടേണ്ട സ്ഥലത്ത് ഇട്ടാൽ നിനക്കെന്താണ് പ്രശ്നം എന്നുള്ളതാണ് തിരികെ ചോദിക്കേണ്ടത്. അല്ല, അവർക്ക് ബിക്കിനി ഒന്നും ഇടണ്ട, അവർ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നു, അവർ മുഖം മൂടാൻ തയ്യാറല്ല എങ്കിൽ നിനക്കെന്താണ് പ്രശ്നം? ഇവിടെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഒരു നീരാളിപ്പിടുത്തം ഈ ഒരു സമൂഹത്തിൻ്റെ മുകളിൽ ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും സ്ത്രീകളെ അപമാനിച്ചും അവരുടെ ഉള്ളിലൊരു അപകർഷതാബോധം വളർത്തിയുമാണ് ഈ അപകർഷതാബോധത്തിലൂടെയാണ് അവർ പലപ്പോഴും നിയന്ത്രിക്കുന്നത്, ഭയപ്പെടുത്തി എന്ന് പറയുന്നത് നേരിട്ട് ബുർഖയിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ കഴുത്ത് വെട്ടുമെന്നുള്ള ഭയം ഏറ്റവും അവസാനം വരുന്നതാണ്. ആദ്യത്തെ ഭയം എന്ന് പറയുന്നത് ദൈവഭയം കാട്ടിയിട്ടാണ്. ഇങ്ങനെ മുഖം മറച്ച് നടന്നില്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ രോമം പോലെ നീ മുടി കെട്ടി വെച്ചാൽ നിന്നെ നരകത്തിലിട്ട് പൊരിക്കും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ എന്നുള്ളൊരു ധാരണ ഒരു 3 വയസ്സ് മുതൽ തന്നെ അവരുടെ മസ്തിഷ്കത്തിൽ അടിച്ചേൽപ്പിച്ച് അവരെ ഭയപ്പെടുത്തി വയ്ക്കും. ആ ഭയത്തിൽ നിന്ന് അവരേതെങ്കിലും ഒരു കാലത്ത് ആധുനിക സമൂഹവുമായിട്ടുള്ള ഇടപഴകലിലൂടെ പുറത്തു വന്നാൽ ഉടനെ അവരെ അപമാനിക്കുവാൻ തുടങ്ങും. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വേശ്യകളാണ്, ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾ വേശ്യകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പറയുന്ന മതപണ്ഡിതന്മാരുടെ വീഡിയോകൾ നിരവധി നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുവാൻ സാധിക്കും. ഏത് സ്ത്രീയാണ് ഒരു വേശ്യ എന്നുള്ള വിളി കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത്? അത്തരത്തിലൊരു അപകർഷതാബോധവും അപമാന ഭയവും അവരുടെ ഉള്ളിൽ സൃഷ്ടിച്ച് വീണ്ടും അവരെ ഈ വസ്ത്രത്തിനുള്ളിൽ തളച്ചിടുവാനായിട്ട് പണ്ഡിതന്മാർ ശ്രമിക്കും. അതിനും അവർ വഴങ്ങിയില്ല. നീ വിളിക്കാനുള്ളത് വിളിച്ചോ, അല്ല 3ാം ക്ലാസ് പോലും ജയിക്കാത്ത നീ എന്ത് ഉപദേശമാണ് എനിക്ക് തരാൻ എന്നുള്ളത് മനസ്സുകൊണ്ടെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതനോട് ചോദിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രധാരണം തിരഞ്ഞെടുക്കുവാൻ ഒരു മുസ്ലിം സ്ത്രീ തയ്യാറായാൽ അടുത്തത് ശാരീരികമായ ആക്രമണത്തിനെ സംബന്ധിച്ചുള്ള ഭീഷണികളാണ്. നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും തുടങ്ങിയ കമൻറ്റുകൾ നിരവധി കാണാം. എന്തിന് ഈ സെലിബ്രിറ്റികളെന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽ അവരുടെ ഇടയിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരുടെ പത്നിമാർ എന്തെങ്കിലും ഒരു സാരി ഉടുത്താലോ അല്ലെങ്കിൽ ഈ മുഖം മറയ്ക്കാത്ത എന്തെങ്കിലും ഒരു വസ്ത്രധാരണത്താൽ പ്രത്യക്ഷപ്പെട്ടാലോ അവർ മമ്മൂട്ടിയോ ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ കേൾക്കേണ്ടി വരുന്ന ഒരു അസഭ്യവർഷമെന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളായ സെലിബ്രിറ്റി ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഫാരിയ അബ്ദുള്ള എന്നൊരു പെൺകുട്ടി ഒരു ഹിന്ദു മതാചാര പ്രകാരം ഒരു ക്ഷേത്ര ദർശനം നടത്തിയതിന് അവർ കേട്ടത് അസഭ്യവർഷം. അതൊക്കെ നിൽക്കട്ടെ, അത് മതാചാര പ്രകാരമുള്ള കാര്യങ്ങളാണ്, അത് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. ഈ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച് മുസ്ലിങ്ങളായ പെൺകുട്ടികൾ കേൾക്കേണ്ടി വരുന്നൊരു അസഭ്യവർഷം, അവിടെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തികളൊക്കെ കൊണ്ടിവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പുരുഷാധിപത്യം നിറഞ്ഞൊരു സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളി തന്നെയാണ്, അല്ലെങ്കിൽ ആ സമൂഹം തെറ്റാണ് എന്നുള്ള പരസ്യ പ്രഖ്യാപനം തന്നെയാണ് പോർച്ചുഗലിൽ ഇപ്പോൾ മനുഷ്യസത്വം കാത്തുസൂക്ഷിക്കുവാനായി ഇത്തരം വസ്ത്രങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു എന്നുള്ള നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഈ വിഷയം യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാവുകയും പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ നിയമം കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ള കാര്യം തീർച്ചയാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം സത്യത്തിൽ ചർച്ചയാവേണ്ടത് കേരളത്തിലാണ്, കർണാടകത്തിലാണ്. കാരണം ഇപ്പോഴും നിയമസഭാ സാമാജികരുൾപ്പെടെയുള്ളവർ ഇത്തരത്തിലൊരു 6ാം നൂറ്റാണ്ടിൻ്റെ അവശിഷ്ടമായിട്ടുള്ള വസ്ത്രധാരണ രീതി പിന്തുടരുന്നു എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതി മറ്റുള്ള സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കുന്നത് നിശബ്ദരായി കണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു സംഭവം തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു, ഒന്ന് കണ്ടു നോക്കുക. അത് വാർത്തകൾ
ളുടെ ലിങ്കിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സമൂഹം കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് മനുഷ്യകുലത്തിന് തന്നെ അപമാനമാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ആ വിഷയങ്ങളിൽ ഇനി സംവാദങ്ങൾ യൂറോപ്പിൽ നടക്കുന്നതിനും അപ്പുറം അതിലും തീക്ഷ്ണമായി കേരളത്തിൽ നടക്കണം എന്നുള്ളതാണ് വീണ്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ലൈക്ക് ചെയ്യുക, വീഡിയോ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.